സംഘത്തെ തടഞ്ഞ് മഹല്ല് ഭാരവാഹികളും നാട്ടുകാരും. കണ്ണൂർ ഉരുവച്ചാലിലാണ് സംഭവം. വധുവിന്റെ വീട്ടിലെത്തിയ ഭരണ സംഘവും പടക്കം പൊട്ടിച്ചതുൾപ്പെടെ ആഘോഷിച്ചതോടെ മഹല്ല് ഭാരവാഹികൾ ചോദ്യം ചെയ്തു. വിവാഹ ആഭാസം അനുവദിക്കില്ലെന്ന് നിലപാടെടുത്തതോടെ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. ഒടുവിൽ മട്ടന്നൂർ പോലീസ് സ്ഥലത്തെത്തിയാണ് ഇരുവിഭാഗത്തെയും പിന്തിരിപ്പിച്ചത്. വിവാഹാഭാസങ്ങൾ പാടില്ലെന്ന് വീട്ടുകാരെ നേരത്തെ അറിയിച്ചെന്നും പാലിക്കാതിരുന്നപ്പോൾ തടഞ്ഞെന്നുമാണ് മഹല്ല് കമ്മിറ്റിയുടെ. നമ്മുടെയൊക്കെ നാട്ടില്, അതായത് കണ്ണൂരില് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഓരോ മഹല്ല് കമ്മിറ്റിയും ഒരു ലഘുലേഖ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ആർഭാടം എന്ന നിലയിൽ കാണിക്കുന്ന പേക്കൂത്തുകൾ അതൊന്നും അനുവദിക്കില്ല, അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ലഘുലേഖ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു കാര്യം ഓരോ വീട്ടിലും കല്യാണം നടക്കുന്ന ടൈമിൽ നമുക്ക് നിക്കാഹിന് വേണ്ടിയിട്ട് പള്ളിനെ സമീപിക്കണമല്ലോ, നമ്മളെ മഹലിനെ സമീപിക്കണമല്ലോ. ആ ടൈമിൽ തന്നെ ഇവർ ഈ ഒരു ലഘുലേഖ നമ്മുടെ പാരന്റ്സിന്റെ കയ്യിൽ, അല്ലെങ്കിൽ ആരാണോ പോകുന്നത് അവരുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് പറയും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടത്താൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അതിലൊരുപാട് സംഭവങ്ങളുണ്ട്. എൻ്റെ കല്യാണ ടൈമിൽ തന്നെ ഞാൻ വായിച്ചു നോക്കി. ഇപ്പൊ വലിയൊരു ഓർമ്മയൊന്നും എനിക്കില്ല. അതിൽ കൂടുതൽ ഈ പടക്കം പിടിച്ച് ആഘോഷിക്കുന്നത്, അതുപോലെ എന്ന് വെച്ചാൽ ഇങ്ങനെ തോന്നിവാസമുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ചെറുക്കനെ പെണ്ണിന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ പെണ്ണിന്റെ റൂമിലേക്ക് വരുന്ന ടൈമിൽ ഓരോ തരത്തിലുള്ള എന്താ വെച്ചാൽ അവരൊരു തമാശയായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അതുപോലെ പെണ്ണ് ചെറുക്കന്റെ വീട്ടിൽ പോകുന്ന ടൈമിൽ ഓരോ പണികൾ, മുട്ടൻ പണികൾ ഈ പെണ്ണിന് കൊടുക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളത് പെണ്ണിനും പെണ്ണിന്റെ വീട്ടുകാർക്കും അല്ലെങ്കിൽ ചെറുക്കന്റെ വീട്ടുകാർക്കും അതൊരു തോന്നിവാസം പോലെ തോന്നിയിട്ടുണ്ട്. അതുപോലെ കണ്ടു നിന്നവർക്കും ചിലപ്പോഴെങ്കിലും അത് ദേഷ്യമുണ്ടാക്കാൻ ഇടയായിട്ട് ഇത്തരത്തിലുള്ള ആർഭാടങ്ങളും തോന്നിവാസങ്ങളും ഒക്കെ നടത്തുന്നത് മുസ്ലിം സമുദായമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയേണ്ടി വരുന്നത്. മുന്നോട്ടിറങ്ങിയിട്ട് നമ്മൾ ഓരോരുത്തരും ഇതിനെതിരെ ശബ്ദിക്കേണ്ട സമയമാണ്. കാരണം ഇനിയും ഇതൊക്കെ അതിക്രമിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അത്രയും പവിത്രമായ ഒരു ചടങ്ങാണിത്. ഈ ഒരു ചടങ്ങെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ പടച്ചവനിൽ അർപ്പിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നമുക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഓരോ ജീവിതത്തിലേക്ക് കിടക്കുന്നത്. നമ്മളെല്ലാവരും പഠിച്ച കാര്യമാണ് അല്ലെ, വിവാഹത്തെക്കുറിച്ച്, വിവാഹേതര ജീവിതത്തെക്കുറിച്ച്, എന്താണ് കുടുംബം എന്നുള്ളത്, എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ച കാര്യങ്ങൾ മുതിർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളെ മതപഠനം പഠിപ്പിക്കുന്നത് അതാണ്. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കുക. നമ്മുടെ ജീവിത ശൈലിയിൽ വരുത്തേണ്ട കാര്യങ്ങൾ, അതുപോലെ നമ്മൾ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിയുള്ള ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കേണ്ടതാണ്. അതൊന്നും ചെയ്യാതെ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബർത്ത്ഡേ ഫങ്ഷൻസ്, അങ്ങനെ വീണ്ടും പോകുന്ന ഓരോ ഫംഗ്ഷന്, ആ ഫംഗ്ഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ആർഭാടം തോന്നിവാസം ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ കല്യാണം തന്നെ, കല്യാണത്തിന്റെ ടൈമിൽ ഇപ്പോൾ മഞ്ഞ കല്യാണമായിട്ടും ചുവന്ന കല്യാണമായിട്ടും കറുപ്പ് കല്യാണം, വെള്ള കല്യാണം, അങ്ങനെ പലതരത്തിലുള്ള കല്യാണങ്ങൾ നീണ്ടു പോയിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണോ? ഒരിക്കലുമല്ല. ഇത് ഇന്ന് ഓരോരുത്തരും കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്ന കാര്യം, അത് നമ്മുടേതായിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ആചാരം പോലെ നമ്മൾ അങ്ങ് അനുവർത്തിച്ചു കൊണ്ടുപോകുന്നു. പണക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് പാവപ്പെട്ടവരും ചെയ്യേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് പകർത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് അതുപോലെ നമ്മൾ ചെയ്യുന്നു. ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ കല്യാണ ടൈമിൽ തന്നെ നമ്മൾ പഠിച്ച കാര്യമല്ലേ, കല്യാണത്തിന് ആ നിക്കാഹ് കഴിഞ്ഞ ടൈമിൽ തന്നെ എത്ര പവിത്രമായിട്ടാണ് ആ ഒരു ചടങ്ങൊക്കെ നടക്കുന്നത്. ഒരു പിതാവ് ആ മരുമകന്റെ കയ്യും പിടിച്ചിട്ട് തന്റെ മകളെ ഏൽപ്പിക്കുന്ന ടൈമിൽ മഹറായിട്ട്, എന്തായാലും അത് മഹറായിട്ട് സ്വർണം എന്ന് പറയുന്നില്ലല്ലോ, മുസ്ഹാഫ് കൊടുത്തിട്ട് വരെ പെണ്ണിനെ സ്വീകരിക്കാം അല്ലെ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അത്രക്കും അധികം പവിത്രതയുണ്ട് നമ്മുടെ വിവാഹ ജീവിതത്തിന്. നമ്മൾ നബി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത്രയധികം റെസ്പെക്ട് ചെയ്യണം നമ്മൾ ആ ജീവിതത്തിലേക്ക് കടക്കുന്ന ടൈമിൽ തന്നെ. അതുപോലെ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ആ പെണ്ണിനെ കാണും. ആ പെണ്ണിനെ കാണുമ്പോൾ നമ്മുടെ കണ്ണൂർ നാട്ടിലൊക്കെ അറയിലാക്കൽ എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. അറയിലാക്കുന്ന ടൈമിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ, തലയിൽ കൈവച്ചുകൊണ്ട് ചൊല്ലാനുണ്ട്. തൻ്റെ ബീവി ആദ്യമായിട്ട് കാണുമ്പോൾ ചൊല്ലേണ്ട കാര്യമുണ്ട്, അത് ചൊല്ലു അല്ലേ. ഇതൊക്കെ നമ്മൾ എന്തിനാ ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ വേണ്ടിയിട്ടാ. നമ്മൾ ഏവരും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവണേ, നല്ലൊരു ഇണയെ തരണേ, അങ്ങനെയൊക്കെ ഉള്ളതല്ലേ.
നമ്മൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച ഒരു കാര്യമാണ് നമ്മുടെ മുന്നിൽ നടക്കാൻ വേണ്ടി പോകുന്നത്, കല്യാണം. ആ കല്യാണത്തിന്റെ ടൈമിൽ ഓരോ പെണ്ണും ചെറുക്കനും തന്നെ മഹല്ല് തന്നെ കേന്ദ്രീകരിച്ച് പറയണ്ട, പഠിച്ചിട്ടുള്ള നമ്മൾ തന്നെ മുൻകൈ എടുത്തിട്ട് പറയണം, എൻ്റെ കല്യാണത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. പാട്ടും ബഹളവും ഒക്കെ ആയിക്കോട്ടെ, അത് നമ്മളെ വീട്ടുകാർ കൈകൊട്ടിപ്പാട്ടും കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ്, അതൊക്കെ ചെയ്തോട്ടെ, ഒരു പ്രശ്നവുമില്ല, അതൊക്കെ സന്തോഷത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇപ്പൊ ചെയ്യുന്നത് സന്തോഷത്തിന്റെ ഭാഗമായിട്ടില്ല, ആരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പേക്കൂത്തുകളാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഹലിനൊക്കെ ഇടപെടേണ്ടി വരുന്നത്. ഇനി മഹല്ല് കമ്മിറ്റി പറഞ്ഞാലും ഇനി മഹല്ല് തന്നെ ഒന്നിച്ചങ്ങിറങ്ങി വന്നു കഴിഞ്ഞാലും ഇതൊന്നും എനിക്കൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ വേറെയുമുണ്ട്. ഒരാളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ടോ മാത്രമല്ല, ഒരു മഹല്ല് എടുക്കുന്ന തീരുമാനം എല്ലാവർക്കും കൂടി ഈ മഹല്ലിൽ അടങ്ങിയിരിക്കുന്ന കമ്മിറ്റി മെമ്പേഴ്സിന് അടക്കം ഉൾക്കൊണ്ടിട്ടുള്ള കാര്യമാണ്. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അങ്ങനെയൊന്നുമില്ല. ഒരു നിയമമുണ്ടെങ്കിൽ അത് കർശനമായിട്ട് തന്നെ നടപ്പിലാക്കണം. അത് തന്നെയാണ് ഇപ്പോൾ കണ്ണൂരിൽ ഉരുവച്ചാലിൽ നടന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടത്തരുതെന്ന് മഹല്ല് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും കൂട്ടാക്കാതെ വരന്റെ കൂടെ വന്ന ആളുകള് പടക്കം പൊട്ടിച്ച് ആർമാദിച്ചു. അതിന്റെ പിറകെ മഹല്ല് കമ്മിറ്റിയും ഭാരവാഹികളും ഒക്കെ ഇടപെട്ടു, നാട്ടുകാരും ഇടപെട്ടു. പിന്നീട് അത് വലിയ പ്രശ്നമായി, പോലീസ് വരെ എത്തേണ്ട അവസ്ഥയിലേക്ക് എത്തി. നമ്മൾ ഇന്ന് ഈ ചെയ്യുന്നത് ഏത് ആചാരത്തിന്റെ ഭാഗമായിട്ടാണ്? ഓരോ മതത്തിലും ഓരോ തരത്തിലുള്ള വിശ്വാസവും ആചാരങ്ങളും ഉണ്ട്. അതൊക്കെ എല്ലാവരും കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഈ മുസ്ലിം സമുദായത്തിലെ ആളുകൾ എന്താ ഇങ്ങനെയായി പോകുന്നത്? ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ പകർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എവിടെയും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കണ്ടിട്ടോ ഇല്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ വരുന്നത്. ഇനിയിപ്പോ ഒരു മിഠായി കൊടുക്കൽ ചടങ്ങ്, അതൊക്കെ ഇപ്പൊ കുറെ ഭാഗം കുറഞ്ഞു വന്നിട്ടുണ്ട്. ആ ഒരു ചടങ്ങിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയധികം മിഠായിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇത് കാണുന്ന ബാക്കിയുള്ള ആണായാലും പെണ്ണായാലും ചിന്തിക്കും, അയ്യോ എനിക്കും ഇതുപോലെ കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ കൊടുക്കണമല്ലോ എന്നുള്ളത്. ആ ഒരു ടെൻഷനായിട്ട് വരിക. പിന്നെ അതും ഒരു ആചാരമായിട്ട് വന്നു, ഇങ്ങനെ കൊടുക്കണം, ഇത്ര കൊടുക്കണം എന്നുള്ളത്. പൈസ അത്രയധികം നമ്മൾ പൊടിച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു കല്യാണം കഴിയുന്ന ടൈമിൽ ഒരു ആണിനായാലും അല്ലെ പെണ്ണിന്റെ വീട്ടുകാർ കഴിക്കഴിഞ്ഞാലും അത്രയധികം ചിലവുകൾ വരുന്നുണ്ട്, കല്യാണ ചിലവ് എന്ന് പറഞ്ഞാൽ. അതിന് വേണ്ടിയിട്ട് ലോണും കാര്യങ്ങളും വരെ എടുത്തിട്ടായിരിക്കും നടത്തുന്നുണ്ടാവാന്. പിന്നീട് ആ ഒരു ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് പെൺവീട്ടുകാരായാലും ഈ ആണായാലും കഷ്ടപ്പെടണം. നമ്മളൊരു സന്തോഷപൂർണമായിട്ടുള്ള ദാമ്പത്യ ജീവിതമാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ഇത്തരത്തിലുള്ള ആർഭാടങ്ങൾ അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ നടത്തേണ്ട ഒരു ആവശ്യവുമില്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന ടൈമിൽ തന്നെ നമുക്കൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇസ്ലാം മത വിശ്വാസികൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്നത്. അത് അനുവർത്തിച്ചിട്ട് മുന്നോട്ട് പോയിക്കാൻ നമുക്ക് സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം തന്നെയായിരിക്കും കിട്ടുക. നമ്മുടെ പാതി കഴിക്കഴിഞ്ഞാലും നമ്മൾ പൂർണ്ണ തൃപ്തിയായിരിക്കും. അതുപോലെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ചെലവാക്കുന്നതൊക്കെ നമ്മൾ അങ്ങ് ഒഴിവാക്കുക. ഇനിയിപ്പോൾ മഹറായിട്ട് നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഒന്നും ഇല്ലെങ്കിൽ ഒരു മുസാഫ് തന്നിട്ട് നമ്മുടെ സ്വീകരിക്കാമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയെങ്കിലും നമ്മൾ ചെയ്താൽ മതി. നമ്മൾ അത്രയധികം ലളിതമായിട്ടുള്ള ജീവിതമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ജീവിതത്തിൽ ഹൈറും ബർക്കത്തും എന്തായാലും നമുക്ക് പടച്ചവൻ തരും. അത് സത്യമായ കാര്യമാണ്. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉസ്താദുമാർക്ക് തന്നെ അറിയാം ഇതൊക്കെ തോന്നിവാസമാണെന്നുള്ളത്. പക്ഷെ ഉസ്താദുമാർക്ക് ഇപ്പോൾ പണത്തിന്റെ മുകളിൽ, ഇപ്പൊ പണക്കാരനായി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പണത്തിന്റെ മുകളിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദിന്റെ ജോലി അങ്ങ് തെറിക്കും. അതുകൊണ്ട് തന്നെ പല ഉസ്താദുമാർക്കും ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയാത്ത അവസ്ഥയിലേക്കാണ് വരുന്നത്. എല്ലാവരും ആദ്യം മനസ്സിലാക്കുക, ഒരു മഹല്ല് കമ്മിറ്റിന്ന് എന്തെങ്കിലും ഒരു ലഘുലേഖ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ബാധകമാണ്. അല്ലാതെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അങ്ങനെ ഒന്നുമില്ല. ഇനി പറയാം, നമ്മുടെ അടുത്ത് പണമുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തും ചെയ്യുന്നുള്ളത്. പണമുണ്ടെങ്കിൽ, തങ്ങൾ ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ അടുത്ത് പണം തരുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. തങ്ങളുടെ മകന്റെയോ മകളുടെയോ കല്യാണം ആയിക്കോട്ടെ, ആ ടൈമിൽ കുറച്ച് പാവപ്പെട്ടവർക്ക് ഒരു അന്നദാനം നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന്റെ കുട്ടിയെയും കൂടി കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു നേരത്തെ വിശപ്പെങ്കിലും മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതിനപ്പുറമുള്ളൊരു സൽക്കർമ്മം താങ്കൾക്ക് ചെയ്യാനാവില്ല എന്നാണ് അങ്ങനെയുള്ളവർക്ക് കൊടുക്കാനുള്ള മറുപടി. അതിലൂടെ കിട്ടുന്ന മനസ്സുഖവും സമാധാനവും ഒരിക്കലും ഇതുപോലുള്ള തോന്നിവാസം ചെയ്താൽ കിട്ടില്ല. ജീവിതകാലം അങ്ങോളം നമുക്കൊരു തണലായിട്ട് ഈ കൊടുക്കുന്ന സൽക്കർമ്മങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. വീണ്ടും പൊങ്ങച്ചവും ആർഭാടവും കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പേക്കൂത്തുകൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ഓരോരുത്തർക്കും അല്ലെങ്കിൽ വരും തലമുറയ്ക്കും മാതൃകയാവേണ്ട നമ്മളെപ്പോലുള്ള ആളുകൾ ഇതുപോലുള്ള തോന്നിവാസങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പാടില്ല.